ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു ഷാപ്പിലെ തലക്കറി വെച്ചാലോ? അപ്പോഴേ കടയുടെ ഫ്രണ്ടിൽ മീൻ കച്ചവടമുണ്ട്. ഫ്രണ്ടിൽ അങ്ങോട്ട് കുറച്ച് മാറിയിട്ട്. അപ്പോൾ അവിടെ ഇന്നലെ കൊണ്ടുവന്നപ്പോൾ നല്ല ഫ്രഷ് മീനിൻ്റെ തല കൊണ്ടുവന്നിട്ട് വെട്ടി മുറിക്കുന്നത് കണ്ടുകൊണ്ട് പോയിട്ട് വാങ്ങിച്ചു. 1 കിലോ കേരയുടെ തലയാണ്. അപ്പോൾ അത് കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വേണ്ട. കുറച്ച് ഒരു സവാളയുള്ളി, കുറച്ച് കരിവേപ്പില, കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഒരു 3-4 കുടംപുളി ഇട്ടുള്ള കറിയാണ്. അതിനാവശ്യമായിട്ടുള്ള ഒരു 5 സ്പൂണ് നമ്മുടെ കാശ്മീർ ചില്ലി മുളക് പൊടിയാണ്, ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയാണ്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് വേണം നമുക്കിന്നൊരു തലക്കറി വെക്കാൻ. ഇതെന്ന് പറയുന്നത് ലാസ്റ്റ് അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രഷ് കരിയാപ്പല പറിച്ച് ഇടും. അതാണ് ഇത്. എല്ലാം വെന്തതിന് ശേഷം ഇടുന്നതാണ് കരിയാപ്പല. അപ്പോൾ നമുക്കിതൊന്ന് ശരിയാക്കിയാലോ? ഇതൊന്ന് കറി വെക്കുന്നതിലോട്ട് പോകാം നമുക്ക്. ഓക്കെ, ഇപ്പോഴും നമ്മൾ തീ കത്തിച്ച് ചട്ടി അടുപ്പയിൽ വെച്ചു. ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 50 ഗ്രാം എണ്ണയുണ്ട് കേട്ടോ. ഓക്കെ, എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി. നമുക്കതിലോട്ട് കുറച്ച് കടുകിടാം. കുറച്ച് കടുകിട്ട് നമ്മുടെ കടുക് പൊട്ടിത്തുടങ്ങി. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ഒരു 10 മണി ഉലുവ ഇട്ട് കൊടുക്കുക. 10 മണി ഉലുവ. അതെല്ലാം പൊട്ടി ഉലുവ കിടന്നിട്ട് ഇതാക്കുന്നുണ്ട്. ആ ഉലുവയുടെ മണം ഇതെല്ലാം കൂടെ വരുന്നുണ്ട്. നമുക്കതിനകത്തോട്ട് ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്തു. അത് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് വേണ്ട കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അത് നമ്മൾ വിനാഗിരിയൊക്കെ ചേർത്ത് അരച്ച് റെഡിയാക്കി വെച്ചേക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണത്. അതും കൂടി ഇട്ട് കൊടുക്കുക. ഈ ഇഞ്ചിക്കും വെളുത്തുള്ളിക്കൊക്കെ വില കുറയുന്ന സമയത്ത് ഇത് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ അരച്ച് ഈ വിനാഗിരി ചേർത്തിട്ട് നമ്മൾ അരച്ച് വെക്കും. അത് കേടുകൂടാതെ ഇരിക്കും. ഫ്രിഡ്ജിനകത്ത് വെക്കും അരച്ച്. എന്താ ഇതാണ് ഷാപ്പ് കറി കേട്ടോ. ഷാപ്പിലെ തലക്കറി. അവരൊക്കെ അവിടെ വലിയ ചട്ടിയിലൊക്കെ അല്ലേ, ഒരു ക്വാണ്ടിറ്റി കൂടുതലല്ലേ. ഇത് നമ്മുടെ വീട്ടിലേക്ക് ഒരു കൊലയെന്നല്ല 1 കിലോയുടെ കേട്ടോ ഉള്ള ഒരിതാണ്. ഇത് നമുക്ക് മാങ്ങ ഇട്ട് ഇത് കറി വെക്കാം. പക്ഷെ മാങ്ങ ഇട്ട് കറി വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ ഒരു ദിവസം ഇന്നും നാളെയും കൊണ്ട് അത് കൂട്ടി തീർക്കണം.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ കുടംപുളി ഇട്ടാണ് കറി വെക്കുന്നത്. കുടംപുളി ഇട്ട് കറി വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരാഴ്ച വരെ കേടുകൂടാതെ ഇരിക്കും. അതും ചട്ടിയിൽ വെക്കുന്നത് കൊണ്ട്. ഇത് മൺചട്ടിക്കകത്താണ് വെക്കുന്നത്. ഈ ചട്ടി എന്ന് പറയുന്നത് നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന മയങ്ങിയ ഒരു ചട്ടിയായത് കേട്ടോ. ഇതൊന്ന് പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിനകത്ത് ആവശ്യമായിട്ടുള്ള ഉപ്പ് അങ്ങോട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളി ഇതൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. പെട്ടെന്ന് അതങ്ങ് ഇതാകും. ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോഴേ ഒരു പൊടി ഉപ്പ് ഇടാം. ഞാൻ ഉപ്പ് ചേർത്താൽ പിന്നെ രണ്ടാമത് ഉപ്പിൻ്റെ ആവശ്യം വരത്തില്ല, അങ്ങനെയാണ് കേട്ടോ. നമുക്കൊരു കണക്കുണ്ട്. ആ കണക്കിന് നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത് ഒരു ഉപ്പിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ ഇതൊന്ന് കണ്ട പച്ചമണമൊക്കെ ഒന്ന് വിട്ട് ഒരു വഴന്ന പരുവത്തിലായി. മൂത്ത് പോവുകയൊന്നും വേണ്ട, നമുക്കിതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഈ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇടാം. ഇതുകൊണ്ട് ഒരു 5 സ്പൂണ് നിറച്ചുണ്ട് ഉണ്ടായിരുന്നു. ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ഇനി എണ്ണയ്ക്കകത്ത് കിടന്നിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുമ്പോഴുണ്ടല്ലോ, ഈ എണ്ണയ്ക്കകത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചട്ടിയുടെ അടിക്കൊന്ന് പിടിക്കുക. നമ്മളത് കറി ഇട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങ് നല്ലതായിട്ട് ഇതായിരിക്കും കേട്ടോ. നല്ല കണ്ടോ. ഒന്ന് ഈ മുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു മണം വരുമല്ലോ. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് പുളി നമ്മൾ വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പുളി കണ്ടോ, മുളകൊന്ന് മൂത്തു. മുളക് മൂത്ത മണം വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഈ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന പുളി കണ്ടോ, ആ പുളിയും വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് തിളയ്ക്കണം. അതൊന്ന് തിളച്ച് കണ്ടോ. അപ്പോഴത്തേന് ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഈ മീൻ വേകാനുള്ള 1 കിലോ മീനുണ്ടല്ലോ കേട്ടോ. കണ്ടോ, നമ്മൾ ഈ മീൻ വേകാനുള്ള വെള്ളം ഒഴിച്ചു. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ കണ്ടോ, മുളക് നല്ലവണ്ണം തിളച്ചു. നല്ലവണ്ണം മുളക് തിളച്ചു. ഇനി നമുക്ക് മീൻ അതിലോട്ട് എടുത്തിടാം കേട്ടോ. മീൻ്റെ കഷ്ണമെല്ലാം പറക്കി ഇടാം. ഒരു കിലോ കേരത്തലയാണ് കേട്ടോ. ഒറ്റയാൾപ്പട്ടാളമാണ് കേട്ടോ. അതുകൊണ്ടാണ് ചിലപ്പോൾ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇതായിട്ട് പോകുന്നത്.
കണ്ടോ, നമുക്കിതൊന്ന് ഇതിനകത്തോട്ട് ഇതാക്കി വെക്കാം. അങ്ങനെ നമ്മുടെ തലക്കറി ഏകദേശം അടുപ്പത്തായി എന്ന് പറയാം. കണ്ടോ, ഇതാണ് ഷാപ്പിലെ തലക്കറി, ഷാപ്പ് കറി എന്ന് പറയും. അപ്പം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. അടച്ച് വെക്കണം, അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ മീൻ കറി എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഏകദേശം റെഡിയായി കാണും എന്ന് തോന്നുന്നുണ്ട്. കണ്ടോ, അടിപൊളി മീനൊക്കെ നല്ല പറ്റി കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നു. എന്താ സൂപ്പറായിട്ടുണ്ടല്ലേ. ഇതാണ് തലക്കറി, ഷാപ്പിലെ തലക്കറി. കണ്ടോ, നമുക്കിതിൻ്റെ തീ ഒന്ന് നിർത്താം കേട്ടോ. ഇതിനകത്ത് നമുക്കിനി 1-2 കരിയാപ്പല കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് വെക്കുക. കണ്ടോ, ആ ചൂടൊക്കെ ഇരുന്നിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ തീ ഓഫാക്കാം കേട്ടോ. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെക്കാം. അപ്പോഴേ കണ്ടല്ലോ, അങ്ങനെ നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഷാപ്പിലെ കള്ളു ഷാപ്പിലെ തലക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ച് വെക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ എല്ലാവരും കാണണം, ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം. അപ്പം ബൈ ബൈ.